കാണികൾ നമ്മൾ എന്തറിയുന്നു, കണ്ണീർ മിഴികളെ മറയ്ക്കുന്നു. അലകടൽ നടുവിലും അഖില മനസ്സിലും അണുവിലും പള്ളിയുറങ്ങുന്നു. ഈശ്വരൻ മനുഷ്യനായി അവതരിച്ചു, ഈ മണ്ണിൻ ദുഃഖങ്ങൾ സ്വയം ഭരിച്ചു. ഇരവും പകലും കരയും കടലും ഇടചേർന്ന ജീവിത കളിയരങ്ങിൽ ഈശ്വരൻ മനുഷ്യനായി അവതരിച്ചു, ഈ മണ്ണിൻ ദുഃഖങ്ങൾ സ്വയം ഭരിച്ചു. ഓം ഗുരു ബ്രഹ്മ ഗുരു വിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ചിന്താലേശായ പരമഗുരുവേ നമഃ. ഓം ചിന്താലേശായ പരമഗുരുവേ നമഃ. ഓം ചിന്താലേശായ പരമഗുരുവേ നമഃ. നമസ്കാരം. ചിന്താലയ ഗുരു വിഷ്വൽ മീഡിയയുടെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സുസ്വാഗതം. ഭഗവാൻ ചിന്താലേശൻ്റെ മഹാ അത്ഭുത കഥകളാണ് നമ്മൾ ഓരോ എപ്പിസോഡിലൂടെ പറഞ്ഞു വരുന്നത്. ഇന്ന് ഭഗവാന്റെ സ്വപ്ന പദ്ധതിയായ ചിന്താലയ വിദ്യാലയം. അപ്പോൾ ഭഗവാന്റെ മറ്റ് 3 ആശ്രമങ്ങളും മറ്റ് സ്ഥാപനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഭഗവാന്റെ സ്വപ്ന പദ്ധതിയാണ് ചിന്താലയ വിദ്യാലയം. ഇന്ന് ആ വിദ്യാലയത്തെക്കുറിച്ചാണ് മെയിനായിട്ട് സംസാരിക്കാൻ വേണ്ടി ചിന്താലയ വിദ്യാലയത്തിലെ പ്രിൻസിപ്പള് പിങ്കി മാഡമാണ് ഇന്ന് നമുക്ക് അതിഥിയായി വന്നിരിക്കുന്നത്. മാഡത്തിനെ ഭഗവാന്റെ ഈ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ നമസ്കാരം. നമസ്കാരം. ഈ ഇപ്പോൾ സ്കൂളിൽ ചാർജ് എടുത്തിട്ട് എനിക്ക് തോന്നുന്നു 6 മാസം 6 മാസം ആവാൻ പോവുകയാണ്. അപ്പോൾ ഭഗവാന്റെ സ്കൂള് 6 മാസമായിട്ട് നടത്തിക്കൊണ്ട് പോകുന്ന ആളാണ്. അപ്പോൾ സ്കൂളിൻ്റെ കാര്യങ്ങളും, അതായത് മാഡത്തിനെ സംബന്ധിച്ചോളം മറ്റ് പല സ്കൂളുകളിൽ വർക്ക് ചെയ്തിട്ട് അത്ര എക്സ്പീരിയൻസോടു കൂടി വന്നതാണ്. അപ്പോൾ പ്രധാനപ്പെട്ട സിറ്റിയിലെ തന്നെ സ്കൂളുകളിൽ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോൾ അനുഭവവും നമ്മളെ സ്കൂളിൻ്റെ ഭഗവാന്റെ സ്കൂളിൻ്റെ കാര്യങ്ങളുമായിട്ട് എങ്ങനെയൊക്കെ യോജിച്ച് പോകും നമ്മളെ സ്കൂളിനെ. അതല്ലെങ്കിൽ ഇതുപോലെ ഒരു പ്രദേശത്ത്, ഒരു ഗ്രാമപ്രദേശത്ത് ഇത്തരം ഒരു സ്കൂള്, കാരണം അവിടെ എത്രയോ സ്കൂളുകൾ ഉണ്ടെങ്കിൽ പോലും ചിന്താലയ വിദ്യാലയത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചുമൊക്കെ മാഡത്തിന് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ പ്രേക്ഷകർക്ക് വേണ്ടി പങ്കുവയ്ക്കണം. നമസ്കാരം. ഞാനിവിടെ ഒക്ടോബർ 3 ജോയിൻ ചെയ്യുന്നത്, 2024. അപ്പം ആദ്യം ഈ സ്കൂള് കുറച്ച് ഉള്ളിലോട്ടാണ്. ഞാൻ നേരത്തെ സിറ്റിയിലാണ് വർക്ക് ചെയ്തത്. സരസ്വതി വിദ്യാലയ വട്ടിയൂർക്കാവ്, കേന്ദ്ര വിദ്യാലയ പട്ടം, പാങ്ങോട്. അപ്പോൾ സിറ്റിയുടെ സർക്കിളിലാണ് വരുന്നത്. ഇത് കുറച്ച് ഇൻറ്റീരിയർ ആയിരുന്നു. ആ ഇൻറ്റീരിയർ പോലെ തന്നെ അവിടുത്തെ കാഴ്ചപ്പാടും കുട്ടികളുടേതായ വ്യൂസും അപ്പോൾ നമ്മൾ സിറ്റിയിൽ നിന്നും ഒരുപാട് വ്യത്യാസമുണ്ട് നമ്മുടെ ഈ റൂറൽ ഏരിയാസിലുള്ള കുട്ടിയൊക്കെ. അപ്പോൾ ഞാൻ ആദ്യം ഈ ചാർജ് എടുക്കുമ്പോൾ തന്നെ എനിക്ക് ഇപ്പോൾ സ്വാമിജി ഞാൻ കണ്ടിട്ടില്ല, അനുഭവങ്ങൾ ഒത്തിരി കേട്ടിട്ടുണ്ട്. ജയനാരായൺ സാറും അല്ലാതെ ഒരു ടീം നമുക്കവിടെ ആശ്രമത്തിലും അവിടെയുള്ള ടീച്ചേഴ്സും നേരത്തെ ഉണ്ടായിരുന്ന ഒരുപാട് അനുഭവങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ അനുഭവം എന്ന് പറയുന്നത് ഓരോ ദിവസവും സ്വാമിജി കൊണ്ടുപോവാണ്. അതാണ് എൻ്റെ അനുഭവം. കാര്യം ഇന്നിപ്പം ഓരോ ദിവസവും രാവിലെ ആകുമ്പം ഒരു പുതിയ അനുഭവമാണ് എനിക്ക് തരുന്നത്. ഇപ്പം നേരത്തെ വർക്ക് ചെയ്ത സ്ഥലങ്ങളിൽ നമുക്കൊരു പാറ്റേൺ ഉണ്ട്. പക്ഷേ ഇവിടുത്തെ കാര്യങ്ങൾ ഓരോ ദിവസവും പുതിയ പുതിയ അനുഭവങ്ങളാണ് എനിക്ക് ഈ 5 മാസം കൊണ്ട് കിട്ടുന്നത്. ഇതൊരു CBSE സ്കൂളാണ്. സ്വാമിജിയുടെ വിഷൻ കള്ളിക്കാട്
ഇംഗ്ലീഷ് മീഡിയം സ്കൂള്. അപ്പം അതൊരു ക്വാളിറ്റി. അപ്പം ഞാൻ വന്നപ്പോൾ എനിക്ക് നന്നായിട്ട് അതൊരു അത്രയും ഇതെങ്ങനെ പോവും എന്നൊക്കെ ഉള്ള ഒരു ചിന്ത ഉണ്ടായിരുന്നു. പക്ഷേ ഒരു ദിവസം പോലും എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. ഞാനത് പറഞ്ഞു, ഓരോ ദിവസവും എനിക്ക് പുതിയ അനുഭവമാണ്. എന്തെങ്കിലും നമുക്ക് പ്രഷറോ സ്ട്രെസ്സോ ഒക്കെ ആകുമ്പോഴേക്കും ഞാൻ കണ്ടിട്ടില്ലെങ്കിൽ എനിക്ക് ഫോട്ടോ നോക്കുമ്പം തന്നെ അതിലൊരു പോസിറ്റീവ് എനർജി അത് ഓരോ ചോരുകളിലും ആ പേന എടുക്കുമ്പോഴും കുട്ടികളെ അത് ഹാൻഡിൽ ചെയ്യുമ്പോഴും ഒക്കെ ഒരാളിങ്ങനെ നയിക്കുന്നതായിട്ടാണ് എനിക്ക് ഭയങ്കരമായിട്ട് അത് ഫീൽ ചെയ്യും. അതിപ്പോൾ പറയുമ്പം തന്നെയും എനിക്കത് ഉൾക്കൊണ്ടിട്ടാണ് ഞാനീ പറയുന്നത്. കാര്യം അത്രയും ചൈതന്യം അവിടെ പഠിക്കുന്ന കുട്ടികളായാലും അവിടുത്തെ സ്റ്റാഫ്, സ്കൂളിൻ്റെ അറ്റ്മോസ്ഫിയർ. ഞാൻ പറഞ്ഞില്ല, റൂറൽ ഏരിയ എന്ന് പറയുമ്പം എന്നെപ്പോലെ ഒരാൾക്ക് സിറ്റിയിൽ നിന്നും ഉള്ളിലോട്ട് പോകുമ്പം അത് ഒരുപാട് വ്യത്യാസങ്ങൾ വന്നിരുന്നു. പക്ഷേ എന്നാൽ പോലും ഓരോ അനുഭവങ്ങൾ വ്യത്യാസമാണ്. അത് എത്ര തന്നെ പറഞ്ഞാലും മനസ്സിലാവില്ല. അവിടെ ഈ സ്കൂളിലുള്ളതുപോലെ ശരിക്കും പറഞ്ഞാൽ ഇത്രയും സ്പേഷ്യസ്. പിന്നെ നമ്മുടെ ഗാർഡൻ എന്ന് പറയുമ്പം ആ ഒരു എക്കോ ക്ലബ്ബ്, എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി. അപ്പം ഇങ്ങനെയുള്ളത് വേറെ ഒരിടത്തും ഇല്ല. ശരിക്കും നമ്മൾ ടൂറ് കൊണ്ടുപോകും, സിറ്റിയിലുള്ള കുട്ടികളെ ടൂറ് കൊണ്ടുപോകുന്ന ഒരു സ്ഥലമായിട്ടാണ് ആദ്യകാലങ്ങളിലൊക്കെ എനിക്കങ്ങനെ ഞാൻ കൊണ്ടുപോകാമല്ലോ, അവിടെ നിന്ന് നമുക്ക് ഇൻവൈറ്റ് ചെയ്ത് ഇവിടെ കൊണ്ട് കാണിക്കാം. ഇത്രയും വ്യാപ്തി, ചെടികളും അവിടെയുള്ള കുട്ടികളെ നമ്മൾ പഠിപ്പിക്കുമ്പോൾ സിറ്റിയിലൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ചെടി, മാവിൻ്റെ ഇല, പ്ലാവ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഇമേജസ് കാണിച്ചു കൊടുക്കണം. പക്ഷേ ഇവിടെ നമ്മുടെ കുട്ടിയൊക്കെ ഇറങ്ങിയാൽ മതി. അത്രയും വ്യത്യാസം ഒരുപാട് ഇവിടെ ഫീൽ ചെയ്തു. പിന്നെ മൊത്തത്തിൽ എല്ലാം ലാബുകളായാലും എല്ലാ സൗകര്യങ്ങളും സ്കൂളിന് അതിൻ്റേതായ എല്ലാ കാര്യങ്ങളും സ്വാമിജി ആ തക്ക സമയത്ത് എല്ലാം അതുപോലെ നടത്തിത്തരും. അനുഭവം അത് ഓരോ ദിവസവും എനിക്ക് അനുഭവങ്ങളാണ്. എനിക്ക് അവിടെ ഞാൻ ഒക്ടോബർ 3 തൊട്ട് ഇന്നലെ വരെയുള്ള 25 ഫെബ്രുവരി വരെയുള്ള കാര്യം എടുത്താൽ ഓരോ ദിവസവും അനുഭവമാണ്. അതിൽ സ്ട്രെസ് ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചു കുട്ടികളെ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഇംഗ്ലീഷ് ഇവിടെ ഞാൻ വന്നപ്പോൾ കുട്ടികൾ കുറച്ച് എനിക്ക് ഒരു നിർബന്ധമായിട്ടുള്ളൊരു കാര്യം, കുട്ടികൾ ഇംഗ്ലീഷ് ഒരു സ്വാമിജിയുടെ വിഷൻ അത് നമ്മൾ പൂർത്തീകരിക്കണം. ഒത്തിരി ഇല്ലെങ്കിലും ഒരു തുള്ളിയെങ്കിലും ഒരു ഡ്രോപ്പെങ്കിലും അതിലോട്ട് ഞാനും അതിൽ ഉൾക്കൊണ്ട് ചെയ്യണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരിക്കും. ഞാൻ കുട്ടികളോട് പറഞ്ഞു എനിക്ക് മലയാളം അറിയില്ല. പക്ഷേ അത് ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ കൊച്ചു കുട്ടികളുടെ കാര്യം, 1ാം ക്ലാസ്സിലെ കുട്ടികളുടെ കാര്യമാണ്, അവർ ഇംഗ്ലീഷ് സംസാരിക്കാൻ തുടങ്ങി. അപ്പോൾ അത് അവിടെ ഉള്ള ഞാൻ പറയുന്നത് അതാണ്, ആ എനർജി സ്വാമിജിയുടെ നമ്മൾ ഒരെണ്ണം നമ്മൾ മുന്നിട്ട് നിന്നാൽ അത് ചെയ്ത് പൂർത്തീകരിക്കാൻ ആരും വേണ്ട, നമ്മളുടെ ഒരു സൈന്യമോ ആരും വേണ്ട. അത് സ്വാമിജിയുടെ തന്നെ ആ ഒരു പോസിറ്റീവ് എനർജി അവിടെയുള്ള ഓരോ ചുവരുകളിലും അതൊക്കെ കാണാൻ പറ്റും. അതൊരു പോസിറ്റീവ് എനർജിയാണ്. അതുപോലെ തന്നെ കുട്ടികൾ ഇനി നമ്മൾ അടുത്ത വർഷം നമുക്ക് ഈ റോബോട്ടിക് ലാബ്, ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് റോബോട്ടിക് ലാബും പിന്നെ ലാംഗ്വേജ് ലാബും അങ്ങനെയുള്ള കാര്യങ്ങൾ ഫെസിലിറ്റീസും കൂടെ പ്ലാൻ ചെയ്യാം. അപ്പം ബാക്കിയുള്ള ലാബുകളെല്ലാം ഫെസിലിറ്റീസ് ഉണ്ട്. ഈ ഒരു 2 കാര്യങ്ങൾ റോബോട്ടിക്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അവരുടെ സിലബസിൻ്റെ കൂടെ ആഡ് ചെയ്യാമെന്ന്, അതും കൂടെ കുറച്ചുകൂടെ വരുമ്പോൾ കുട്ടികൾ കാര്യം ഇപ്പോൾ ഉള്ള യുഗത്തിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ് റോബോട്ടിക് യുഗത്തിൽ. അപ്പോൾ അതും കൂടെ ഇൻക്ലൂഡ് ചെയ്യാൻ അടുത്ത അക്കാഡമിക് ഇയറിൽ ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ 11ാം ക്ലാസ് 11ഉം 12ഉം ഇപ്പം നമുക്ക് കൊമേഴ്സും സയൻസും മാത്രമാണ് ഇവിടെ ഉണ്ടായത്. അപ്പം ഇനി ഓപ്ഷണലായിട്ടുള്ള സബ്ജക്റ്റ് സൈക്കോളജി, ഓൺട്രപ്രണർഷിപ്പ്, സോഷ്യോളജി, കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട സബ്ജക്റ്റുകൾ സെലക്ട് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട്, യോഗ, പെയിൻറ്റിങ്. അപ്പം അവർക്ക് അവരുടെ നിലവാരം അക്കാഡമിക് തലത്തിൽ അവർക്ക് മുന്നേറാനും അതിൻ്റെ കൂടെ തന്നെ തൊഴിൽപരമായിട്ടുള്ള അതിന് സാധ്യത. ഇപ്പോൾ സൈക്കോളജി പഠിച്ചു കഴിഞ്ഞാൽ അവർക്ക് BA, BSc സൈക്കോളജി അവർക്ക് ഫ്യൂച്ചറിൽ അത് സെലക്ട് ചെയ്യാം. അപ്പം ഇവിടെ നിന്ന് പോകുന്ന ഒരു കുട്ടികളും നേരത്തെ അലുമിനിയൊക്കെ നോക്കുമ്പം ലിസ്റ്റ് എടുക്കുമ്പോൾ ഒരു കുട്ടികൾ പോലും ജോലി ഇല്ലാതെ ഇല്ല. അവർക്ക് ഗവൺമെൻറ്റോ സെൻട്രൽ ഗവൺമെൻറ്റോ പ്രൈവറ്റ് ജോലിയൊക്കെ ഇപ്പം നമ്മൾ സിറ്റി സ്കൂൾസിലൊക്കെ മിക്കവാറും ഒരു 80% പ്രൈവറ്റ് ജോലികളാണ്. പക്ഷേ ചിന്താലയ വിദ്യാലയയിൽ ആ രജിസ്റ്റർ നോക്കുമ്പം പഠിച്ച മുഴുവൻ കുട്ടികളും പ്ലേസ്മെൻറ്റ് സ്റ്റേറ്റ് ഗവൺമെൻറ്റോ സെൻട്രൽ, അതൊരു അനുഗ്രഹമാണ്. അത് അറിയില്ല നമുക്ക്. അപ്പം ഞാനിത് ഇവിടെ പ്രിൻസിപ്പളായിട്ട് വന്നതിൽ ശരിക്കും എനിക്ക് ഓരോ ദിവസവും ഞാൻ അതിശയമാണ് എനിക്ക് എങ്ങനെ അത് കൊണ്ടുപോകണം. ടെൻഷൻസ് വരും, നമുക്ക് ഒരു കാര്യം എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നൊക്കെ ഉള്ള കുറച്ച് ടെൻഷൻസ് വന്നാലും ആ നിമിഷം തന്നെ ആ ടെൻഷൻ മാറി അതിനെ ഇപ്പം നമ്മൾ കഷ്ടമുള്ള ഒരു കാര്യത്തിനെ വളരെ മനോഹരമാക്കി പിന്നെ എനിക്ക് അത് ചിന്തിക്കാൻ ഒരവസരം ഇല്ല, ഇനി അത് മതി,
ഇനി അതിനെ വേറൊരു സാഹചര്യത്തിലേക്ക് മാറ്റി കൊണ്ടുപോകുന്നു. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ, അതായത് പറഞ്ഞാൽ എനിക്ക് ഓരോ ദിവസവും അനുഭവങ്ങൾ, സ്വാമിജിയുടെ പ്രസൻസ് ഞാൻ കണ്ടിട്ടില്ലെങ്കിലും ഭഗവാൻ, നമ്മൾ സ്വാമിജി ഭഗവാന്റെ ആ ഓരോ പ്രസൻസ് ആ കാലിൽ കയറുമ്പോൾ തന്നെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് ഓരോന്നിലും. എല്ലാ കുട്ടികളുടെ കാര്യങ്ങളായാലും, കുട്ടികളൊക്കെ നമ്മൾ പറഞ്ഞാലും ഒരു അനുസരണക്കേട് അങ്ങനെയല്ല, അവർ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അതുപോലെ അനുസരിക്കും. അപ്പം സ്വാമിജിയുടെ ആ വിഷൻ പൂർത്തീകരിക്കുക, അതിന് വേണ്ടിയിട്ട് സ്വാമിജിയുടെ എപ്പോഴും ആ ഒരു പ്രസൻസ് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. അതുമാത്രമല്ല, അവിടുത്തെ കുട്ടികളെ സംബന്ധിച്ചോളം കുട്ടികളിലേക്ക് കുറച്ച് അറിവില്ലായ്മ ഉണ്ടെന്നുള്ളത് ഒഴിച്ച് ഈ അറിവില്ലായ്മ തിരുത്തി കൊടുത്താൽ തിരുത്തും. പക്ഷെ അറിഞ്ഞിട്ട് തെറ്റ് ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ അത് തിരുത്തപ്പെടില്ല. പക്ഷെ നമ്മളെ സ്കൂളിലെ കുട്ടികളെ സംബന്ധിച്ചോളം ഒന്ന് പറഞ്ഞു കൊടുത്താൽ, അവർ ചെയ്ത തെറ്റാണെന്ന് തിരുത്തി കൊടുത്താൽ ആ കുട്ടികളെ തിരുത്താൻ തയ്യാറാവും. അത് ആ സ്കൂളിലെ കുട്ടികളുടെ ഒരു പ്രത്യേകതയായിട്ട് കണ്ടു. അവർക്കൊരു വാശി, വൈരാഗ്യം ഉള്ളി വെക്കില്ല. നമ്മൾ പറഞ്ഞാൽ ഇപ്പം പല മുസ്ലിംസ് ഉണ്ട്, ക്രിസ്ത്യൻസ് ഉണ്ട്, ഇപ്പം പല ജാതികളിലുള്ള കുട്ടികളുണ്ട്. പക്ഷെ അവരെല്ലാവരും ഒന്നിച്ച് വരുമ്പോൾ ഞാനത് നോട്ട് ചെയ്തത്, അങ്ങനെ ഇപ്പോൾ ജാതിപരമായിട്ടോ അങ്ങനെ ഒരു കുട്ടികളുടെ മൈൻഡിലും ഇല്ല. നമ്മളൊന്ന് പറഞ്ഞു കൊടുത്താൽ അത് കൃത്യമായിട്ട് ഒരാഴ്ചക്കുള്ളിൽ തന്നെ അത് കറക്റ്റ് ചെയ്ത് വരും. അത് ആ കറക്റ്റ് മെഷേഴ്സ് നമ്മളെ കണ്ണുകൾ കാണാൻ പറ്റും. പഠന കാര്യങ്ങളിലും അറിവായാലും സാർ, അറിവെന്ന് പറയുമ്പോൾ ഈ കുട്ടികൾ അവർ CBSE ആണ് ഫോളോ ചെയ്യുന്നത്. അറിവ് അവരിൽ ഏറ്റവും നന്നായിട്ട്, അതായത് പറഞ്ഞത് ഇപ്പം ഫോണ്, ഇപ്പം നമ്മുടെ സിറ്റിയിലുള്ള കുട്ടികളെ പോലെ ഇപ്പോൾ ഫോണൊന്നും അത്രയും അവർക്ക് കുട്ടികളുടെ കയ്യിലുണ്ട്, എന്നാൽ പോലും ഇപ്പോൾ സ്കൂളിലൊന്നും ആരും കൊണ്ടുവരാറില്ല. അതെനിക്ക് 100% ഉറപ്പാണ്. അപ്പോൾ ചിലപ്പോൾ ചോദിക്കും, നിങ്ങൾ ബാഗ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ, കുട്ടികളുടെ കയ്യിൽ മൊബൈൽ കാണും. സിറ്റി സ്കൂൾസിലാണെങ്കിൽ അവർ പല സ്ഥലത്താണ് ഹൈഡ് ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ ഈ ചിന്താലയ വിദ്യാലയത്തിൽ അങ്ങനെ ഒരു തരത്തിലുള്ള ഒരു ഇതും എനിക്ക് റിപ്പോർട്ട് ചെയ്യില്ല. പിന്നെ കുറച്ച് പ്രായത്തിൻ്റെതായ ഒരു 16-17 വയസ്സിൽ കാണുന്ന ആ ഒരു അഡോളസൻസ് ഏജിലുള്ള വ്യത്യാസങ്ങളും അവർ തമ്മിലുള്ള ഒരു ഇതേ ഉള്ളൂ. അത് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർ റിപ്പീറ്റ് ചെയ്യില്ല. അപ്പോൾ ഹാൻഡിലിങ് ചിൽഡ്രൻ എന്ന് പറയുന്ന അതൊരു വലിയൊരു നമുക്കൊരു ഹെർക്കൂലിയൻ ടാസ്ക് അല്ല എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഞാൻ നേരത്തെ വർക്ക് ചെയ്ത സ്ഥാപനങ്ങൾക്കൊക്കെ നമുക്കത് കുട്ടികളുടെ മനസ്സിൽ പക കാണും. ഇപ്പം ഈ കാലയളവിൽ കൊച്ചു കുട്ടികളാണ് പലതും നമ്മൾ കേൾക്കുകയും കാണുകയും ചെയ്യും. പക്ഷെ അങ്ങനെ ഒരു വലിയ ടാസ്ക്കായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എല്ലാം ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അപ്പം ഇത് എന്നെക്കൊണ്ട് സാധ്യമാക്കുന്നത്, ഞാൻ പറയുമ്പം നമുക്കൊരു വിശ്വാസം എന്ന് പറയുന്ന, അങ്ങനെ എനിക്ക് ദൈവത്തിൽ വിശ്വസിക്കുന്നു. പക്ഷേ ഇപ്പം അധികമായിട്ട് ഞാനും ചിലപ്പോൾ വിചാരിക്കും, എനിക്കും സ്വാമിജിയിൽ അധികമായിട്ട് ഞാനും വിശ്വസിക്കുന്നു എന്ന് എനിക്കും പല ഇതിലും എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട്. കാര്യം എനിക്ക് ആരിലും നമുക്ക് പെട്ടെന്ന് ആശ്രയിക്കാൻ, കാര്യം ഒരു പ്രിൻസിപ്പൾ എന്ന നിലയിൽ നമ്മൾ ആരോട് പോയി ചോദിക്കും പെട്ടെന്ന് ഒരു സൊല്യൂഷന്. അപ്പം അതിൻ്റെ സൊല്യൂഷൻ സ്വാമിജി തന്നെയാണ്. ആ ഇരിക്കുന്ന ഓരോ ഫോട്ടോകളിലും ഞാൻ നോക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ എനിക്ക് ആ വ്യത്യാസം അറിയാൻ പറ്റും. സത്യം. അതിനേക്കാൾ ഏറ്റവും വലിയൊരു പ്രത്യേകതയായിട്ട് ഇപ്പോൾ മാഡത്തിന് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടാവാം, ഇന്ന് നാട്ടിൽ നടക്കുന്ന സ്കൂളുകൾ, അത് ഗവൺമെൻറ് സ്കൂളാവട്ടെ പ്രൈവറ്റ് സ്കൂളുകളാവട്ടെ, എല്ലായിടത്തും ഡ്രഗ്സിൻ്റെ ഒരു അതിപ്രസരണം എല്ലായിടത്തും കുറച്ചെങ്കിലും ഉണ്ട്. പക്ഷേ ഭഗവാന്റെ സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ന് വരെ അങ്ങനെ ഒരു കേസോ അങ്ങനെ ഒരു പ്രശ്നമോ നമ്മളെ സ്കൂളിൽ വന്നിട്ടില്ല. ഇതിൻ്റെ ഞാൻ അതാണ് പറഞ്ഞത്, നമ്മൾ ഈ ചിന്താലയ വിദ്യാലയത്തിൻ്റെ ഒരു പ്രത്യേകത, ചിന്താലയ വിദ്യാലയത്തിൽ പ്രിൻസിപ്പളുണ്ടോ, മാനേജറുണ്ടോ, മാനേജിങ് കമ്മിറ്റി ഉണ്ടോ, ഇതൊന്നും അവിടെ വിഷയമല്ല. ഒരു കാര്യത്തിൽ ഇറങ്ങാനായിട്ട് ഒരു മനസ്സുള്ള ആൾ നിന്നാൽ ബാക്കി ഭഗവാൻ നയിച്ചോളൂ. അവിടെ എല്ലാം ഭഗവാൻ നയിക്കുകയാണ്. ശരിക്ക് അർജുനൊരു ചിന്താഗതി ഉണ്ടായിരുന്നു. മഹാഭാരതത്തിൽ അർജുനൊരു ചിന്താഗതി ഉണ്ടായിരുന്നു, ഞാൻ വളരെ വില്ലാളി വീരനാണ്, എനിക്ക് ഒരുപാട് കഴിവുണ്ട്, ഞാൻ എൻ്റെ കയ്യിൽ പ്രത്യേക ഗാന്ധീവമുണ്ട്, ഞാൻ ഇത് എടുക്കുമ്പോൾ 1, തൊടുക്കുമ്പം 10, പോകുമ്പോൾ 100, കൊള്ളുമ്പോൾ 1000, ഒരേ സമയത്ത് 1000 പേരെ വധിക്കാനുള്ള ശക്തിയുണ്ട് എൻ്റെ ഗാന്ധീവത്തിന് എന്ന് അദ്ദേഹത്തിനൊരു തോന്നലുണ്ടായി. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തെന്ന് വെച്ചാൽ, അദ്ദേഹത്തിൻ്റെ അഹങ്കാരം ഭഗവാൻ അത് മനസ്സിലാക്കി. ഒരു ദിവസം ഭഗവാനുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് കൃഷ്ണൻ അർജുനനോട് പറഞ്ഞു, അർജുനന് ഭഗവാന്റെ ദിവ്യരൂപം, പൂർണ്ണ രൂപം കാണിച്ചു കൊടുത്തു. ഇത് കണ്ടപ്പോൾ
എല്ലാം ഭഗവാൻ ചെയ്തിട്ട് ഒരു നിമിത്തമായിട്ട് ഒരാളിനെ മുമ്പ് നിർത്തിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഭഗവാൻ അതിൽ പറഞ്ഞു, എന്നിൽ നിന്ന് വേർപെട്ടാൽ ഒന്നുമില്ല ധനഞ്ജയ, നീ എൻ്റെ കൂടെ നിൽക്കുന്നത് കൊണ്ടാണ് നിനക്ക് ഇതെല്ലാം ചെയ്യാൻ പറ്റണേ. അപ്പോൾ അവിടെ ഒരു വ്യക്തി നിന്നുകൊണ്ട്, ഇപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ ജയനാരായൺജി അവിടെ മാനേജറായിട്ട് വന്നു ആ നാട്ടുകാരനും കൂടിയാണ്. ഇപ്പം മൊത്തത്തിൽ പറഞ്ഞാൽ നാട്ടിലുള്ള ഒരു മനുഷ്യർക്കും ഇഷ്ടമില്ല. മറ്റേ ചാനലിലൂടെ പറയണം, വളരെ സന്തോഷത്തോടെ പറയാൻ എനിക്ക് ഒരു വിഷമവുമില്ല. കാരണം ഒരു മനുഷ്യർക്കും ഇഷ്ടമല്ല. കാരണം എന്തുകൊണ്ടാണ്? ഞാൻ ആ നാട്ടുകാരൻ ഈ നാട്ടിൽ അവിടെ കള്ളിക്കാട് പരിസരത്ത് വസിക്കുന്ന ആളുകൾ കൂടെ പഠിച്ച് അവരെ കൂടെ വളർന്ന് അവരെ കൂടെ സഹകരിച്ച് അവർക്കൊപ്പം ഇരിക്കേണ്ട ഒരു വ്യക്തി യാതോ ഭഗവാന്റെ കാരുണ്യം കൊണ്ട് അവിടെയും സംഭവിച്ചെന്താണ്? ഭഗവാൻ, ഞാൻ നേരത്തെ ഭഗവാന്റെ കാരുണ്യം എന്നിൽ നിന്ന് വേർപെട്ടാൽ ഒന്നുമില്ല ധനഞ്ജയ, ഭഗവാന്റെ കൂടെ ഭഗവാനെ ആശ്രിതനായി നിന്നതുകൊണ്ട്, ഭഗവാൻ ആണ് എല്ലാം എന്ന് വിചാരിച്ച് നിന്നതുകൊണ്ട് എനിക്ക് എവിടെയൊക്കെ എന്തൊക്കെ ആവാൻ കഴിഞ്ഞു. അതെല്ലാം ഭഗവാനാക്കിയതാണ്. ഇതിൽ ഭഗവാൻ തന്നെ ഒരിക്കൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, വരുന്നവർക്കെല്ലാം വേണം, വരുന്നവർക്കെല്ലാം വലുതാവണം, വരുന്നവർക്കെല്ലാം അദാനി അംബാനിയൊക്കെ ആവണം. പക്ഷേ അവനതാവാൻ യോഗമുണ്ടോ? 100 കിലോ ചുമക്കാൻ കഴിവുള്ളവൻ്റെ തലയിൽ നമുക്ക് 100 കിലോ പിടിച്ചു കൊടുക്കാം. 10 കിലോ പോലും ചുമക്കാൻ കഴിവില്ലാത്തവൻ്റെ തലയിൽ 100 കിലോ പിടിച്ചു കൊടുത്താൽ അവൻ എങ്ങനെ ചുമക്കും? അപ്പം നമുക്ക് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെന്ന് പറയുന്നത്, നമുക്ക് എല്ലാത്തിനെയും നെഗറ്റീവ് ഭാവത്തിലെടുക്കുക. എല്ലാത്തിനും നെഗറ്റീവ് ഭാവത്തിലെടുക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും എളുപ്പം. ഇത് കള്ളിക്കാട്ടിൻ്റെ ഞാൻ അവിടെ വന്നതിൻ്റെ, അപ്പോൾ ഞാൻ അവിടെ വന്നു. ശരിക്ക് ഈ പറഞ്ഞതുപോലെ ഇതാ 1.5 വർഷം. ശരിക്ക് ഞാൻ വന്നത് 23 ശരിക്കും സെപ്റ്റംബർ മാസം 10-ാം തീയതിയാണ് ഞാൻ അവിടെ വന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ മാർച്ച് മാസം 10-ാം തീയതി ആകുമ്പോൾ 1.5 വർഷമാവും. ഞാൻ ഈ 1.5 വർഷത്തിനകത്ത് ഞാൻ വന്നതെന്ന് പറഞ്ഞാൽ, ഞാൻ ഇപ്പോഴും ഈ ചാനലിൽ ഇരുന്നുകൊണ്ട് പറയാനും എനിക്ക് ഒരു മടിയില്ല. എനിക്ക് ഈ അക്കാഡമി കാര്യങ്ങളുമായിട്ട് യാതൊരുവിധ ബന്ധവുമില്ല. ബാക്കി കാര്യങ്ങളിലൊക്കെ എനിക്ക് അല്പജ്ഞാനമൊക്കെ ഉണ്ട്, അതുകൊണ്ട് ഞാൻ അതിൽ വിട്ടുപോകും. പക്ഷേ അക്കാഡമി കാര്യമായിട്ട് എനിക്ക് യാതൊരുവിധ ബന്ധവുമില്ല. ആ ബന്ധമില്ലാത്ത ഒരാളിനെയാണ് ഭഗവാൻ അറിയാതെ ഭഗവാന്റെ സ്ഥാപനത്തിൽ ഒരാളിന്, ഇപ്പം പ്രിൻസിപ്പൽ മാഡം വന്നു, നിങ്ങൾക്ക് ആ ഭഗവാന്റെ സ്ഥാപനത്തിൽ വരണമെങ്കിൽ ഭഗവാൻ അറിയാതെ നിങ്ങൾക്ക് വരാൻ പറ്റില്ല. അപ്പോൾ ആ സ്ഥാപനത്തിൽ എന്നെ മാനേജർ, ആ ഒരു സ്ഥാപനത്തിൻ്റെ അധിപനാക്കി വെച്ചു ഭഗവാൻ. അപ്പോൾ ഞാൻ വിചാരിച്ചെന്താണ്, എന്നെ അധിപനാക്കി വെച്ചു, എന്നെക്കൊണ്ട് എന്തൊക്കെ പറ്റുമായിരിക്കാം, അതില്ലെങ്കിൽ ഭഗവാൻ എന്നെ അവിടെ കൊണ്ട് ഇരുത്തൂലല്ലോ. അപ്പോൾ എൻ്റെ അങ്ങോട്ടുള്ള ഉന്നമനം എന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും ഭഗവാന്റെ സ്ഥാപനത്തിന് എന്നാൽ കഴിയുന്ന എന്തെങ്കിലും ചെയ്തിട്ട് പോവുക. അപ്പോൾ ഞാൻ അവിടെ ചെന്ന് അന്വേഷിച്ച് നടന്നു, അവിടെ എന്തൊക്കെ കുറവുകളുണ്ട്, അപ്പോൾ എന്തൊക്കെ കൊണ്ടുവരാം. നോക്കിയപ്പോൾ കുറവുകൾ ഒരുപാടുണ്ട്. നമ്മളെ മറ്റ് സ്ഥാപനം പോലെ വളരെ സാമ്പത്തിക സ്ഥിതിയുള്ള ഒന്നല്ല നമ്മളെ സ്കൂൾ. കാരണം ഭഗവാൻ ശരിക്ക് കൂലിപ്പണി ചെയ്താണ് ഞങ്ങളെയൊക്കെ വളർത്തിയത്. അങ്ങനത്തെ പൈസയേ ഉള്ളൂ. ജോലി ചെയ്ത് അധ്വാനിക്കുന്നവരുടെ ഒരു ആശ്രമമാണ് ശരിക്ക് ഞങ്ങളുടെ ആശ്രമം. സമ്പന്നന്മാരുടെ ആശ്രമമല്ല, കൂലിപ്പണിക്കാരുടെയും കഷ്ടപ്പെടുന്നവരുടെയും അങ്ങനെ ബുദ്ധിമുട്ടി നിൽക്കുന്നവരുടെ ദുഃഖിക്കുന്നവരുടെ ആശ്രമമാണ് ഞങ്ങളുടെ ആശ്രമം. അപ്പോൾ അങ്ങനെ ദുഃഖിച്ച് വരുന്നവർക്ക് ഒരു ലിമിറ്റുണ്ട് എല്ലാം ചെയ്യുന്നതിന്. പക്ഷേ ഭഗവാൻ എല്ലാ തലത്തിലുള്ള വളരെ ഉയർന്ന നിലവാരമുള്ള ആൾക്കാരെ ആണ് അതിലെ പ്രധാന സ്ഥാനത്തേക്ക് വെച്ചിട്ടുള്ളത്. വളരെ നമുക്ക് എടുത്തു പറയാനുള്ള ആളുകളാണ് ശ്രീ അനന്തകൃഷ്ണ സാറിനെയൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരു മാതൃകയാക്കാൻ. ഞാനൊക്കെ ശരിക്ക് സാറിനെയൊക്കെ എൻ്റെ ഒരു ഗുരുസ്ഥാനികനായിട്ടാണ് കാണുന്നത്. കാരണം അത്ര എളിമയും അത്ര അറിവിൻ്റെ നിറകുടമാണ്. എന്നാലും സാറ് വളരെ സൗമ്യനായിട്ട് ചിരിച്ചുകൊണ്ട്, അപ്പോൾ സർവീസ് ഇരിക്കുന്ന സമയത്തും അത്ര സത്യസന്ധമായിട്ട്, അത് ഭഗവാന്റെ ഒരു ബ്ലെസ്സിങ് ഉള്ള ആളായതുകൊണ്ടായിരിക്കാം അങ്ങനെയുള്ള ആൾ. അതുപോലെ ഇപ്പം ഞങ്ങളുടെ പ്രസിഡൻ്റായിട്ട് വന്നിട്ടുള്ള പങ്കജേശ്വരി ഹരീന്ദ്ര സാറൊക്കെ എന്ന് പറഞ്ഞാൽ ശരിക്ക് അനുഭവജ്ഞാനം, 60 സെക്കൻഡ് ഇത്രയും അനുഭവജ്ഞാനമുള്ള ഒരാളില്ല. ഒരു ചെറിയ സ്ഥാപനം കെട്ടിപ്പടുത്ത് അത് ഈ ലോകോത്തര നിലവാരത്തിൽ കൊണ്ടെത്തിച്ച ആളാണ്. മെഡിക്കൽ കോളേജായി, അത് കഴിഞ്ഞ് അലോപ്പതിയിലെടുത്ത് അത്ര ഉയർച്ചയിലേക്ക് കൊണ്ടെത്തിച്ച് അത് അത്ര പേരും പ്രശസ്തിയും എടുത്ത് അത്രയും ബുദ്ധിശാലിയാണ്, അത്രയും ദൈവീയത്വമുള്ള ആളാണ്. ഇവരുടെ നേതൃത്വത്തിലാണ് നമ്മളെ
ആശ്രമം പൊയ്ക്കൊണ്ടിരിക്കണേ. അപ്പോൾ ഇവരെല്ലാം ഉണ്ട് എങ്കിൽ പോലും നമുക്ക് പൈസ ഇല്ല. പൈസ ഇല്ല എന്ന് പറഞ്ഞാൽ അവരെല്ലാം പൈസയൊക്കെ ഉള്ളവരാണ്, നിവൃത്തിയില്ലാത്തവരല്ല. ഭഗവാൻ അങ്ങനെ ആരുടെ കയ്യിലും പൈസ വാങ്ങിച്ചിട്ട് ആരെങ്കിലും കയ്യിൽ പൈസ ഉണ്ട് അതുകൊണ്ട് കുറേ പൈസക്കാരെ ഇതിനകത്ത് വയ്ക്കാം എന്ന് വെച്ചിട്ടൊന്നുമല്ല. ഇപ്പോൾ ട്രസ്റ്റ് മെമ്പർമാരെ തന്നെ എടുത്ത 12 പേര് ഇപ്പോൾ ഉണ്ട്. ഈ 12 പേരും വലിയ സാമ്പത്തിക സ്ഥിതിയുള്ള, ചിലപ്പോൾ ഹരീന്ദ്ര സാറിനെ പോലെ ഒക്കെ ഉള്ള 1-2 പേര് കാണുള്ളൂ. ബാക്കിയെല്ലാം വളരെ കാര്യങ്ങളെല്ലാം നടന്നു പോകുന്ന ആളുകൾ അല്ലെങ്കിൽ നടത്തിക്കൊണ്ട് പോകാൻ കഴിവുള്ള ആളുകളാണ്. അപ്പോൾ ഇതെല്ലാം ഞാൻ പറഞ്ഞു വന്നത് ഭഗവാൻ നയിച്ചുകൊണ്ട് പോവുകയാണ്. നമ്മളെ കുട്ടികൾ അതിനകത്ത് ഒരു കുട്ടികൾ പോലും ഒരു മോശപ്പെട്ട അവസ്ഥയിലേക്ക് പോകില്ല. പക്ഷേ തെറ്റുകുറ്റങ്ങളുമായിട്ട് നമ്മുടെ നാട്ടിൻ പ്രദേശത്താണ്. ഞാൻ പറഞ്ഞല്ലോ, ജയനാരായൺജി എന്ന് പറഞ്ഞ ഒരാളിനെ ഏതൊക്കെ രീതിയിൽ ദ്രോഹിക്കാമോ, ഏതൊക്കെ രീതിയിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ ഇതൊക്കെ ചെയ്യാണ്. ഇവരുടെ മക്കളാണ് അവിടെ പഠിക്കുന്ന കുട്ടികൾ. അപ്പോൾ അവരിലേക്ക് നെഗറ്റീവ് കാണും. എൻ്റെ കുറേ നെഗറ്റീവ് എൻ്റെ മക്കളിലേക്ക് കാണും. മനസ്സിലായില്ലേ? അച്ഛൻ്റെയും അമ്മയിലെയും ജീവൻ്റെ പകുതിയാണ് മക്കൾ. നമ്മൾ ആദ്യം മനസ്സിലാക്കണം, നമ്മളെ ജീവൻ്റെ പകുതിയാണ് മക്കൾ. അച്ഛൻ്റെ ക്വാളിറ്റി അമ്മയുടെ ക്വാളിറ്റി ഉണ്ടാവും. ചിലപ്പോൾ അച്ഛൻ്റെ ക്വാളിറ്റി കൂടുതലും അമ്മയുടെ ക്വാളിറ്റിയും കുറവുമായിരിക്കും എന്നേ ഉള്ളൂ. പക്ഷേ ഇത് രണ്ടും ഉണ്ട്. ഈ 2 സാധനങ്ങളാണ് കൂടി നിൽക്കുന്നവരാണ് ഈ നാട്ടിൽ. നമ്മൾ ആരെങ്കിലും ദ്രോഹിക്കുമ്പോഴും ആരെങ്കിലും വേദനിപ്പിക്കുമ്പോഴും ആർക്കെങ്കിലും എതിരായിട്ട് ചെയ്യുമ്പോഴും ഇത് നമ്മളെ മക്കളിലേക്ക് തിരിച്ചു വരും എന്ന ചിന്താഗതി ഓരോ ആൾക്കാർക്ക് ഉണ്ടായിരുന്നാൽ നന്നായിരിക്കും. ഒരാൾക്കാർക്ക് നന്നായിരിക്കും. ചിന്താലയ വിദ്യാലയം, ഞാൻ വീണ്ടും പറയാണ്, ഇപ്പോൾ വിദ്യാലയത്തെക്കുറിച്ച് മാഡത്തിനെ സംസാരിക്കാൻ വിളിച്ചിട്ട് ഞാനാണ് കൂടുതൽ സംസാരിക്കുന്നതെങ്കിലും ചിന്താലയ വിദ്യാലയമായിട്ട് എനിക്ക് കുറച്ച് ബന്ധമുള്ളത് കൊണ്ട് ആണ് ഞാൻ അവിടുത്തെ കുറച്ച് ആധികാരികമായിട്ട് സംസാരിച്ചു എന്ന് മാത്രം. സാധാരണ ഒരാളിനെ ഇൻ്റർവ്യൂ വന്നാൽ ഞാൻ അവരുടെ വിഷയത്തിൽ കയറി സംസാരിക്കാറില്ല. ഇത് സംസാരിക്കാൻ നമ്മൾ കൂടി ബാധ്യതയുള്ളത് കൊണ്ട് പറഞ്ഞൊന്ന് മാത്രം. അവിടെ ഒരു ഐക്യതയോടുകൂടി ഭഗവാന്റെ കാരണത്തിൽ ഇതിലുള്ള ഒരു ഭഗവാനാണ് നയിക്കുന്നു, ഭഗവാനാണ് ഇതിൻ്റെ ലീഡർ, ഭഗവാനാണ് മുമ്പ് നിൽക്കണേ, നമ്മളെല്ലാം ഒന്നുമല്ല. അപ്പോൾ ആ രഥം നയിച്ചുകൊണ്ട് പോണത് ശരിക്ക് തമ്പുരാനാണ്. അപ്പോൾ ശരിക്ക് 90ാമത്തെ വയസ്സിലാണ് ശരിക്ക് ശ്രീകൃഷ്ണൻ 18 ദിവസം ഭക്ഷണം പോലും കഴിക്കാതെ അർജുനന് തേരാളിയായത്. മനസ്സിലായില്ലേ? ഭഗവാൻ ഇന്ന് 90 വയസ്സായി. ഭഗവാന് 90 വയസ്സായി. ഭഗവാൻ ഇന്നും ശ്രീകൃഷ്ണനേക്കാൾ വളരെ മായാവിയായിട്ട് ഓരോ ആളുകളുടെ ഇടയിൽ എല്ലാം കണ്ട് എല്ലാം ചെയ്യുന്നതിനെല്ലാം സപ്പോർട്ട് ചെയ്ത് ശരിച്ച് ഭഗവാൻ ശരിക്ക് കൃഷ്ണൻ വളരെ മായാവിയായിരുന്നു എങ്കിൽ അതിനേക്കാളും എത്രയോ വലിയ മായാവിയാണ് സാക്ഷാൽ ഭഗവാൻ. കാരണം ഭഗവാൻ എല്ലാത്തിനും കൂടെ നിന്ന് ഭക്തനാണെന്ന് അഭിനയിച്ച് ഓരോന്ന് ചെയ്യുന്നവരും ഭക്തി മാർഗത്തിലൂടെ പോകണമെന്ന് പറയുന്ന അഭിനയിക്കുന്നവരും കൂടെ നിൽക്കും. ഭഗവാൻ നിന്ന് അവൻ എന്തൊക്കെ കാട്ടും എന്ന് കാണുകയാണ്. ഒരു കൊച്ചുകുട്ടിയെ പോലെ അവനെ കളിപ്പിക്കുകയാണ്. ഇതവരാരും അറിയുന്നില്ല. കാരണം ആരെ വേദനിപ്പിച്ചാലും ഭഗവാന്റെ ആശ്രിതരെ അല്ലെങ്കിൽ ഭഗവാനെ ആശ്രയിച്ച് നിൽക്കുന്നവരെ വേദനിപ്പിച്ചാൽ അതിന് തിരിച്ചടി ഉറപ്പാണ്. അതിന് ഒരു സംശയം വേണ്ട. അതുകൊണ്ട് ഇപ്പോൾ മാഡത്തിനെ സംബന്ധിച്ചിടത്തോളം കിട്ടിയിരിക്കുന്ന ചിലപ്പോൾ നിങ്ങളെ കരിയറിൽ അതിന് ചിലപ്പോൾ 1 മാസമായിരിക്കും ജോലി ചെയ്യണേ, ചിലപ്പം 10 വർഷമായിരിക്കും ജോലി ചെയ്യണേ ചിന്താലയ വിദ്യാലയത്തിൽ. അത് മാഡത്തിൻ്റെ ഇതാണ്. ഭഗവാൻ നിശ്ചയിക്കുമ്പോഴേ നിങ്ങൾക്ക് പോകാനും പറ്റുള്ളൂ. അപ്പം ഭഗവാൻ എത്ര ദിവസമാണ് നിശ്ചയിക്കണമെങ്കിൽ പോലും അത് നിങ്ങൾ 6 മാസം, ഇപ്പോൾ 5 മാസം കഴിഞ്ഞ് 6 മാസം എന്ന് പറയുന്നത് നിങ്ങളെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു വഴിത്തിരിവെന്നല്ല, ജീവിതത്തിൽ ഇത്രയും വലിയൊരു എക്സ്പീരിയൻസ് ഒരിടത്തുനിന്നും ചിലപ്പോൾ കിട്ടത്തില്ല. കാരണം ഇനി ഒരു യൂണിവേഴ്സിറ്റി പോയി പഠിച്ചാലും ഇപ്പോൾ ഒരുപാട് വിദ്യാഭ്യാസം ചെയ്തവരാണ് PG, അതുപോലെ MPhil ഒക്കെ സെറ്റ് ഒക്കെ എടുത്ത ആളാണ്. ഇതൊക്കെ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടുമായിരിക്കും. ചിന്താലയ വിദ്യാലയത്തിൽ നിന്ന് കിട്ടുന്ന ഒരു അറിവ്, അവിടെ നിന്ന് കിട്ടുന്ന ഒരു എനർജി ചിലപ്പോൾ നിങ്ങൾ ചിന്താലയ വിദ്യാലയത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി ലോകത്ത് എവിടെ പോയും നിങ്ങൾക്ക് യഥേഷ്ടം തൻ്റെ ഇടത്തോടുകൂടി നിൽക്കാൻ പറ്റും. കാരണം അത് ദൈവം ഭഗവാന്റെ അവിടെ നിന്ന് കിട്ടുന്ന ഒരു അറിവ് വേറെ ഒരിടത്തു നിന്നും കിട്ടത്തില്ല. കാരണം ഞാൻ അവിടെ ചാക്ക് വിരിച്ച് ചാണകം വഴിയ സ്ഥലത്ത് കിടന്ന് വളർന്നതാണ്. ആ കിടന്ന ഞാനിപ്പോൾ 49 ലോകരാജ്യങ്ങളിൽ പോയി. അപ്പോൾ എൻ്റെ വിഷയത്തിൽ എൻ്റെ വിഷയം എന്ന് പറഞ്ഞാൽ എൻ്റെ വിഷയം ജ്യോതിഷമാണ്. എൻ്റെ വിഷയത്തിൽ ഞാൻ ഇന്ന് വരെ എൻ്റെ തമ്പുരാൻ്റെ മുമ്പേ ഇരുന്ന് അദ്ദേഹത്തിനെ കണ്ടുകൊണ്ട് ഞാൻ പറയാണ്, ഞാൻ ഇന്ന് വരെ ഒരാളുടെ മുമ്പേ തല താത്ത് ഞാൻ കൈ കെട്ടി നിൽക്കേണ്ടി എന്നെ വന്നിട്ടില്ല.
എൻ്റെ വിഷയത്തിൽ. അപ്പോൾ എൻ്റെ വിഷയം അല്ലാത്ത വിഷയത്തിൽ ഞാൻ പലപ്പോഴും ചിലപ്പം മോശക്കാരനാവും, ഞാൻ പലപ്പോഴും പലരും എന്നെ മോശക്കാരനാക്കും ഒക്കെ ചെയ്യും. അതൊക്കെ എൻ്റെ വിഷയമല്ല. ഞാൻ അതിനൊന്നും ഒരു വിഷയം വെക്കണം. കാരണം എനിക്കറിവില്ല. എനിക്ക് ആ വിഷയത്തെ അറിവില്ലെന്ന് പറയാൻ ഞാനൊരു മടിയില്ല. അറിഞ്ഞോത്ത കാര്യം അറിഞ്ഞിട്ടെന്ന് പറയാൻ എനിക്കെന്താ ബുദ്ധിമുട്ട്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ വിഷയത്തിൽ എന്നെ ഭഗവാൻ ഇന്ന് വരെ ഒരിടത്തും ഞാൻ താന്ന് അല്ലെങ്കിൽ സറണ്ടറായി നിൽക്കേണ്ട ഒരു അവസ്ഥ എന്നെ ഭഗവാൻ വരുത്തിയിട്ടില്ല. അതുകൊണ്ട് ധൈര്യമായിട്ട് നമുക്ക് ചിന്താലയ വിദ്യാലയത്തിൽ സംബന്ധിച്ചിടത്തോളം എന്ത് കാര്യവും ചെയ്യാം. അപ്പോൾ നമുക്ക് ഉള്ള ഒരു കുറേ സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മളെ നാട് അറിയുന്നില്ല. ഇപ്പം മാഡം ആ സ്കൂളിൽ വന്നതിന് ശേഷം അറിയാം, മറ്റ് സ്കൂളുകളെ നിങ്ങൾ പല വലിയ സ്കൂളുകളെന്ന് പറയുന്ന സ്ഥലത്തു നിന്നൊക്കെ വന്നതാണ്. പക്ഷേ നമ്മളെ സ്കൂളുകളിലെ അന്തരീക്ഷമോ നമ്മളെ സ്കൂളുകളിലെ ഫെസിലിറ്റീസോ ഈ സ്കൂളുകളിൽ ഇല്ല. എങ്കിൽ പോലും ഈ സ്കൂളുകൾ അറിയപ്പെടുകയാണ്. നമ്മളെ സ്കൂളിനെ അറിയപ്പെടുത്തുന്നില്ല. നമ്മളെ സ്കൂളിലുള്ള കാര്യങ്ങൾ നമ്മളെ പാരൻസിലേക്ക് അറിയണം, നാട്ടിലേക്ക് എത്തണം. ഇപ്പോൾ നാട്ടുകാരിൽ അവിടെ പഠിച്ച ആൾക്കാർ വന്ന് പറയുന്നുണ്ട്, അവരൊക്കെ പറയുന്നുണ്ട് നല്ല സഹകരണമുള്ള പാരൻസാണ് നമുക്കുള്ളത്. ഇതൊക്കെയാണെങ്കിലും നമുക്ക് സഹകരണം ഇല്ലാത്ത വളരെ കുറച്ച് പേരെങ്കിലും പാരൻസൊക്കെ സഹകരണമുള്ളവരാണ്. ആ സഹകരണമുള്ളവർ പറഞ്ഞൊക്കെ ഉള്ള അറിവല്ലാതെ കൂടുതൽ പബ്ലിസിറ്റിയിലേക്ക് പോകുന്നില്ല. പോയെങ്കിൽ നമ്മുടെ സ്കൂൾ ഇങ്ങനെയൊന്നുമല്ല. ഇപ്പം തന്നെ മറ്റ് സിറ്റിയിലെ സ്കൂളുകളെക്കാൾ 3000-4000 കുട്ടികളൊക്കെ പഠിക്കേണ്ട രീതിയിൽ എത്തേണ്ട ദിവസമായി. കഴിഞ്ഞു. എന്ന് വേണം പറയാൻ, കഴിഞ്ഞു. കാരണം 21 വർഷമായി സ്കൂള്. അത്രയും സംവിധാനം ഒരുക്കിയിട്ടുണ്ട്, അത്രയും പോസിറ്റീവ് എനർജി ഉണ്ട്. അവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് ചിലപ്പോൾ ലോകത്ത് ഒരിടത്ത് പഠിച്ചാൽ പോലും ഇത്രയും പോസിറ്റീവ് എനർജി കിട്ടത്തില്ല. എൻ്റെ മക്കൾക്ക് കിട്ടുന്ന അല്ലാതെ കുറച്ച് അറിവോ അല്ലെങ്കിൽ കുറച്ച് മറ്റൊരു സ്കൂളിനെ ചിലപ്പോൾ താരതമ്യപ്പെടുത്തിയിട്ട് അവന് കുറച്ച് ഇംഗ്ലീഷ് കൂടുതൽ സംസാരിക്കാൻ കഴിഞ്ഞു, ഇതൊന്നുമല്ല. കിട്ടുന്ന ജീവിതത്തിൽ അവരെ ആത്മാവിൽ കടന്നുകൂടുന്ന കുറേ പോസിറ്റീവ് എനർജി ഉണ്ട്. അത് ചിന്താലയ വിദ്യാലയത്തിൽ നിന്ന് കിട്ടുന്നതും വേറെ ഒരു സ്കൂളിൽ നിന്നും കിട്ടൂലെന്ന്. അപ്പോൾ എൻ്റെ മക്കളും മറ്റ് സ്കൂളുകളിൽ പഠിച്ച, അപ്പോൾ ഒരാൾ ഡിഗ്രി എടുത്തെങ്കിൽ മറ്റൊരാൾ PG എടുത്ത ആളാണ്, ഒരാൾ ഡോക്ടറേറ്റ് എടുത്ത ആളാണ്. ഇതൊക്കെ പഠിച്ചതാണ് ഓരോ സ്ഥലത്തു നിന്ന്. പക്ഷേ ഇവിടെയൊക്കെ പഠിച്ചെങ്കിൽ പോലും ചിന്താലയ വിദ്യാലയത്തിൻ്റെ ശരിക്ക് വാതിൽക്കൽ വരാനുള്ള യോഗ്യത ഈ സ്കൂളുകൾക്കൊന്നും ഇല്ലായിരുന്നു. ഞാൻ ആ സ്കൂളുകളിൽ എൻ്റെ പാരൻ്റായിട്ട് പോയിട്ടുള്ളതല്ലേ. അപ്പോൾ അതൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ അത്രയും നമ്മൾ മനസ്സിലാക്കാതെ പൊയ്ക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഒരു വിഷമം അവസ്ഥയായിട്ടാണ്. കാരണം അത് മാറും. അതാണ് ഞാൻ പറഞ്ഞത്. ഫെസിലിറ്റീസ് ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ ബാക്കി സ്കൂളുകളിൽ അത്രയും ഫെസിലിറ്റി ഇല്ലെങ്കിൽ ഇവരിതിനെ കാണിക്കും. പക്ഷെ നമ്മളവിടെ എത്രമാത്രം ലാബുകളൊക്കെ അതിൻ്റെ ഓരോ വ്യാപ്തിയും ചെയ്യാനുള്ള എത്ര കുട്ടികൾ, ഒരു 50 പേരെ വേണമെങ്കിൽ നമുക്ക് ഇരുത്താൻ പറ്റുന്ന ലാബുകളാണ്. പക്ഷെ ബാക്കി സ്കൂളുകളിൽ 20-25 ആകുമ്പോൾ പിന്നെ അവരതിനെ പല ജിയോ ടാഗൊക്കെ ചെയ്ത് അതിനെ ക്യാമറ കാണിച്ചു കുറച്ചുകൂടെ വലുതാക്കി. നമുക്കതിൻ്റെ ഒന്നും ആവശ്യമില്ല. എല്ലാ ഫെസിലിറ്റീസും ഈ സ്കൂളിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഉറപ്പായിട്ട് സാർ ഇത് സ്കൂള് നമ്മളിങ്ങനെ ഒരു കാണുന്നുണ്ടെങ്കിലും 21 വർഷം സാറ് പറഞ്ഞ പോലെ ഇപ്പം 4000, 2000, 3000 കവിയാനുള്ള സമയം കഴിഞ്ഞു. പക്ഷേ അത് തീർച്ചയായും തിരിച്ചു വരും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഈ സ്കൂളിൽ ഇനിയും ബിൽഡിംഗ് എക്സ്റ്റെൻഡ് ചെയ്യേണ്ടി വരും. കാര്യം അത്രയും കുട്ടികളെ കൊണ്ട്. കാര്യം സ്വാമിജി തുടങ്ങിയത് അതാണ് ഞാൻ പറഞ്ഞത്, വിഷൻ. ഇപ്പം ഞാൻ പുറമേ വന്ന ഒരാൾ, 5 മാസമുള്ള ഒരാൾ, ഇപ്പം ഞാൻ ഈ മീഡിയയ്ക്ക് വേണ്ടി സംസാരിക്കുന്നില്ല. എൻ്റെ അനുഭവം ഈ 5 മാസം കൊണ്ടും ഞാൻ സാറ് പറഞ്ഞു വേറെ എവിടെ പോയാലും എനിക്ക് ചിലപ്പം വേറെ ഏത് സ്കൂളിൽ ഇപ്പോൾ ദുബായോ അല്ലെങ്കിൽ അമേരിക്കയോ ഒന്നും പോകാത്ത ഒരു എക്സ്പീരിയൻസ് ആണ് എനിക്കിവിടെ നിന്ന് കിട്ടുന്നതും ഈ കുട്ടികളിൽ നിന്നും എല്ലാം മൊത്തത്തിൽ കിട്ടുന്നത്. ഓരോ ദിവസവും ഓരോ അനുഭവമാണ്. അപ്പോൾ അത് വളരെ വ്യത്യസ്തമായ ഒരു കാര്യമാണ്. നമുക്കിങ്ങനെ വെറുതെ പറയാനുള്ളതല്ല, അനുഭവിക്കുന്ന ആൾക്ക് മാത്രമേ അത് പറയാൻ പറ്റുള്ളൂ. തീർച്ചയായും ഉറപ്പായിട്ടും ഇവിടെ കുട്ടികൾ 3000 എന്നല്ല, ഈ അടുത്തുള്ള സ്കൂളിനേക്കാളും, കാര്യം CBSE സ്കൂൾസ് വേറെ ഇല്ല, നമ്മുടെ തൊട്ടടുത്തൊന്നും അത്രയും ചുറ്റളവുകളിലില്ല, എല്ലാ സ്റ്റേറ്റ് സ്കൂളുകളാണ്. പിന്നെ വരുന്നത് കാട്ടാക്കടയാണ്. അപ്പോൾ ഇത്രയും ഒരു സ്കൂൾ ഉണ്ടായിട്ട് ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ അതെന്തുകൊണ്ട് വരുന്നില്ല മുന്നിലോട്ട്? അത് ഉറപ്പായിട്ടും വരും. സ്വാമിജിയുടെ വിഷൻ, സ്വാമിജിയാണ് ആ ഒരു മുൻകൂട്ടി കണ്ടത്. അത് ഉറപ്പായിട്ടും അവിടെ സ്ഥാപിതമാവും എന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. പിന്നെ അതുപോലെ തന്നെ മാനേജ്മെൻറ്റ് കമ്മിറ്റി, ഇപ്പോൾ സാറായാലും മാനേജർ സാറായാലും സപ്പോർട്ട് തരുന്നതുകൊണ്ടാണ് പോകുന്നത്, അല്ലെങ്കിൽ നമുക്കത് പറ്റില്ല. ഹരീന്ദ്ര സാറായാലും എല്ലാവരും നമുക്ക് ആ സപ്പോർട്ട് തരുന്നു. മുന്നോട്ട് ഞാൻ കൊണ്ടുവരുന്ന ഓരോ കാര്യങ്ങളായാലും അതിനെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരാൻ മാനേജ്മെൻറ്റ് കമ്മിറ്റി ആയാലും മാനേജറിൻ്റെ പാർട്ടിൽ നിന്നായാലും അത് വളരെ സപ്പോർട്ടീവാണ്. അത് ഇതിലെനിക്ക് പറയാതിരിക്കാനും പറ്റില്ല.
പിന്നെ എല്ലാ കാര്യങ്ങളിലും ഒരു പോസിറ്റിവിറ്റി, എല്ലാവരും പോസിറ്റീവ്. നമ്മൾ നെഗറ്റീവ് നമ്മുടെ ചുറ്റിനും വരും. നമ്മൾ കുട്ടികളെ കാണുമ്പോഴും നമ്മൾക്ക് ഒരുപാട് നെഗറ്റീവ് ഉള്ളവരായിരിക്കും, പക്ഷെ കുട്ടികളിൽ നമ്മൾ പകർന്നു കൊടുക്കുന്നത് പോസിറ്റീവായിരിക്കണം. എന്നാലേ അവരാണ് നാളെ നല്ല കുട്ടികളായിട്ട് സമൂഹത്തിൽ പറഞ്ഞ ചിന്താലയ വിദ്യാലയത്തിൽ നിന്ന് വരുന്ന ഒരു കുട്ടി പോലും നശിക്കാതെ ഉന്നതങ്ങൾ. ഇപ്പോൾ സാറ് തന്നെ പറയുകയാണ്, ഞാൻ കള്ളിക്കാടിരുന്ന് ഞാനിപ്പോൾ ഇത്രയായി. അപ്പം അത് ഫെയർവെല്ലിന് സാറിന് കുട്ടികളുടെ അടുത്ത് എത്താൻ പറ്റിയില്ല. അപ്പോൾ സാറിൻ്റെ വോയിസാണ് അവരിട്ട് കേട്ടപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഒരു കുട്ടി കരയായിരുന്നു. കാര്യം ഇന്ന് ഞാൻ വിദേശത്തിരുന്ന് നിങ്ങളോട് സംസാരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ആ കുട്ടി സന്തോഷം കൊണ്ടാണോ ഇമോഷൻ കൊണ്ടാണോ ആ കുട്ടിയുടെ കണ്ണുനീരായിരുന്നു എന്ന്. അത് ഞാൻ എനിക്ക് ആ പ്രസൻസ് ആണ്. കാര്യം അവർ ലൈവ് എക്സ്പീരിയൻസ് ആണ് കാണുന്നത്. സത്യം. ഇപ്പം നമ്മൾ വെറുതെ അടിച്ചു വിടുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുട്ടികളുടെ അടുത്ത് എത്തുമ്പോൾ ഇതും ഒരുപാട്, ഇനി ഞാൻ പറഞ്ഞില്ല സാർ, നമ്മളെ സ്കൂള് ഒരു ചെറിയ നിലവാരത്തിലുള്ളതല്ല. അത് സ്വാമിജിയുടെ വിഷൻ, അത് ഉറപ്പായിട്ടും ഞാൻ പോയാലും വേറൊരു പ്രിൻസിപ്പൾ വന്നാലും സ്വാമിജിയുടെ വിഷൻ അവിടെ അത് പൂർത്തീകരിക്കപ്പെടും. പക്ഷേ എങ്കിലും നമ്മൾ ഇപ്പോൾ 21 വർഷം നമ്മളെ സ്കൂളിനായി, അതായത് കൗമാരപ്രായം കഴിഞ്ഞു. അതെ, മനസ്സിലായില്ലേ? അപ്പോൾ ഇനി നമ്മൾ അടുത്ത സ്റ്റേജിലേക്ക് പോവേണം. അപ്പോൾ ഞാൻ അവിടെ വന്നപ്പോൾ ആ സ്റ്റേജിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് കുറേ കാര്യം എന്ന് പറയുമ്പോൾ ആ സ്കൂളിൽ എവിടെയൊക്കെ എന്തൊക്കെ കുറവുകളുണ്ടെന്ന് പരിഹരിച്ചുകൊണ്ട് ആ സ്കൂളിൽ ഇപ്പം അടുത്ത ഏത് സ്കൂളുകളിലാണ് NCC സീനിയറും ജൂനിയറും ഉള്ള ഒരു സ്കൂള് കാണിച്ചു തരിക. സീനിയറും ജൂനിയറും നമ്മളെ സ്കൂളിന് അത് അറിയുന്നില്ല. സീനിയറും ജൂനിയറും ഉള്ള ഒരു സ്കൂള് ചിന്താലയ വിദ്യാലയം മാത്രമേ ഉള്ളൂ. അത് മാത്രമല്ല, അവിടെ നമ്മളെ സയൻസ് ബ്ലോക്കായിട്ട് 3D തിയേറ്റർ ആവട്ടെ, ഇതൊക്കെ നമ്മളെ സ്കൂളിന് മറ്റ് സ്കൂളുകൾക്ക് അതിശയത്തോടുകൂടി കാണാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ വന്നിട്ട് പോലും ഈ നമ്മളിൽ നിന്ന് തന്നെ ഇത് വളർത്തേണ്ട ആരാണ്? നമ്മളെക്കുറിച്ച് നമ്മൾ മോശമായി പറഞ്ഞാൽ മറ്റാരും മോശമായി പറയാനില്ല. അപ്പോൾ അത് പറയാൻ നമ്മളെ നാവ് പൊങ്ങാതെ വരുന്ന പല സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം കുറേ മാറ്റങ്ങൾ ഇപ്പം തന്നെ നമ്മൾ അവൻ്റെ ഫ്രണ്ട് നല്ല ഗേറ്റ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ മണ്ണൊക്കെ ഇടിച്ചിട്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ സ്കൂൾ വെക്കേഷൻ സമയത്ത് നമ്മൾ നല്ലൊരു ഗേറ്റ് ഉണ്ടാക്കും, ചിന്താലയ വിദ്യാലയത്തിന് നല്ലൊരു ഗേറ്റ്. അപ്പോൾ ഇതെല്ലാം ഈ ഷോർട്ട് പീരീഡിനകത്ത് ഇതൊക്കെ നേരത്തെ ചെയ്യാൻ ഇരുന്നവർ ചിലപ്പോൾ അവർ ചെയ്യാൻ പ്ലാൻ ചെയ്ത് നടക്കാത്തായിരിക്കാം. വന്നവരെല്ലാം ശ്രമിച്ച് ചിലപ്പോൾ ഭഗവാൻ ഇന്നാര് വന്നിട്ട് ചെയ്താൽ മതിയെന്ന് വിചാരിച്ചിട്ടുണ്ടാവാം. കാരണം ഒരു വിവരമില്ലാത്ത ഒരുത്തം വരാൻ പോവയില്ലേ, അപ്പോൾ അത് വന്നിട്ട് ചെയ്താൽ മതി എന്ന് തമ്പുരാൻ വിചാരിച്ചിട്ടുണ്ടാവാം. അത് എങ്ങനെ ആയിക്കോട്ടെ, ഇതെല്ലാം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ. ഞാൻ എൻ്റെ ഒരു കൺസെപ്റ്റ് പറയുകയാണെങ്കിൽ, ഇപ്പോൾ മാഡം ഞാൻ 1.5 വർഷമായി, നമ്മൾ തമ്മിൽ ചുരുക്കം 1 വർഷത്തെ വ്യത്യാസമുണ്ട്. പക്ഷേ ഞാൻ ശരിക്കും ചിന്താലയ വിദ്യാലയത്തിന് വേണ്ടി ഇറങ്ങിയ കാര്യങ്ങളെല്ലാം സക്സസ്ഫുള്ളാണ്. ഒരു കാര്യം പോലും നടക്കാത്ത എന്തെങ്കിലും കാര്യം ഉണ്ടെന്ന് കേട്ടാൽ ഇല്ല ശരിക്കും പറഞ്ഞാൽ. കാരണം ഭഗവാൻ കൂടെ വരും, ഞാൻ ബാക്കിൽ നിന്നാൽ മതി, ഭഗവാൻ ഫ്രണ്ട് നിൽക്കാനുള്ള മനസ്സ് അത് മാത്രം മതി. നമ്മൾ ഭഗവാനെ മുമ്പ് നിർത്തിയിട്ട് നമ്മൾ ചെയ്യാനുള്ള നമ്മളെ മനസ്സിൽ ഭഗവാനെ ഇത് സ്കൂളിന് കിട്ടിയ നല്ലതാണെങ്കിൽ ഭഗവാൻ നടത്തി തരും. നമ്മൾ ചെയ്യണതെല്ലാം നല്ലതാണ് എന്നല്ല, പക്ഷേ ചെയ്ത കാര്യങ്ങളെല്ലാം ഒന്നും വഴിയിലായി പോയിട്ടില്ല. എന്ത് തുടങ്ങി വെച്ചിട്ടുണ്ടോ അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനി ആ ചെറിയ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് സ്കൂളിന് എത്രത്തോളം ഇപ്പോൾ ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്നവരുണ്ട്, ഇത് ഭഗവാന്റെ സ്കൂളാണ്, അല്ലാതെ ഇതിൽ അവിടെ പ്രിൻസിപ്പളെന്നോ മാനേജരെന്നോ എന്നൊക്കെ പറഞ്ഞൊക്കെ താൽക്കാലികമായിട്ടുള്ളതാണ്. ഭഗവാൻ മാത്രമേ സ്ഥിരമായിട്ടുള്ളൂ. അപ്പോൾ ഭഗവാന്റെ ആ സ്ഥിരത മനസ്സിലാക്കിക്കൊണ്ട് ഭഗവാന്റെ സ്കൂളെന്ന് പറയുമ്പോൾ ഭഗവാൻ ചിന്താലേശൻ നാട്ടിന് വേണ്ടി ഉണ്ടാക്കി വെച്ചിട്ട് പോയതാണ്. അതിൽ ഭഗവാന്റെ ബന്ധുക്കളില്ല, ഭഗവാന്റെ നാട്ടുകാരും ഇല്ല, എല്ലാം ഭഗവാൻ ശരിക്ക് കർമ്മഭൂമിയായി കണ്ട കള്ളിക്കാട് 50 വർഷക്കാലം ഇരുന്ന് ദഹിച്ച് ഉണ്ടാക്കിയ സ്കൂളാണത്. അപ്പോൾ ആ പുണ്യഭൂമി അതിനെ ഈ അനുഭവിച്ച ഓരോ ആളുകളുമാണ് അതിനെ ഉയർത്തേണ്ടത്. ഇപ്പം ഞാനെന്ന് പറയുന്ന വ്യക്തി ഒന്നുമല്ല, ഇതുപോലെ ഓരോരുത്തർക്കും കർമ്മമുണ്ട്, ഓരോരുത്തർക്കും ധർമ്മമുണ്ട്, ഓരോരുത്തർക്കും ഇത് ചെയ്യാനുള്ള മനസ്സുണ്ടാവണം. ഉണ്ടായാൽ ഈ 3000 5000 കുട്ടികളാവാൻ ഒരു താമസവും വേണ്ട. മനസ്സ് വയ്ക്കുന്നില്ല. അപ്പോൾ ഇന്നാരിയ്ക്കുകയാണ്, അവരെ ഏതെങ്കിലും രീതിയിൽ ഒന്ന് ഇടിച്ചു താക്കാൻ വേണ്ടി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്നെ ആർക്കും ഇടിച്ചു താക്കാനില്ല, അല്ലെങ്കിൽ പ്രിൻസിപ്പലിനെ ആർക്കും ഇടിച്ചു താക്കാനില്ല. അവിടെ സ്കൂളിനൊരു ഡിഫക്റ്റ് വന്നാൽ അത് ഭഗവാനെയാണ് ഇടിച്ചു താക്കണേ,
ഭഗവാന്റെ ശാപം കറക്റ്റായിട്ട് കിട്ടും, അതിന് സംശയം വേണ്ട. ഒരു വാക്ക് കൊണ്ട് നോവിച്ചിട്ടുണ്ടെങ്കിലും ഭഗവാൻ അതിനുള്ള കൂലി തരും. ഒരു നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൂലി ആയാലും ഭഗവാൻ തരും. അത് വാങ്ങാൻ തയ്യാറായിട്ടിരുന്നാൽ ചിലപ്പോൾ ഇന്നെന്നുള്ള നാളെ ആയി പോകുമെന്നുള്ളത് മാത്രമേ ഉള്ളൂ, കിട്ടുമെന്നുള്ളത് ഉറപ്പാണ്. കാരണം എൻ്റെ ഇതുവരെ അനുഭവത്തിൽ ഞാൻ എന്തൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ അതിനെല്ലാം എനിക്ക് ഭഗവാൻ കൂലി തന്നിട്ടുണ്ട്. എനിക്ക് ഇന്നുവരെ ഇപ്പോഴും തന്നുകൊണ്ടിരിക്കണം. ഭഗവാന്റെ അനുഗ്രഹത്താൽ മാത്രമാണ് ഞാൻ ആഗ്രഹിക്കാത്തതെല്ലാം എനിക്ക് തന്നിട്ടുള്ളത്. ആഗ്രഹിച്ചതല്ല. എടാ, ഒരു കാര്യം മനസ്സിലാക്കി, നമ്മളെ ഓരോരുത്തർ ആഗ്രഹിക്കുമല്ലോ. ഞാൻ ആഗ്രഹിച്ചതൊന്നുമല്ല എനിക്ക് തന്നെ. എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഇല്ലായിരുന്നു. കാരണം അങ്ങനെ ആഗ്രഹിക്കാനുള്ള ഒരു കഴിവ് എനിക്കില്ലെന്ന് എനിക്കറിയാവുന്നതുകൊണ്ട് ഞാനൊന്നും ആഗ്രഹിച്ചില്ല. ഞാൻ ചെയ്തതെല്ലാം ഭഗവാൻ എൻ്റെ കൂടെ നിന്ന് സക്സസ് ആക്കി തന്നു. അതാണ് ഭഗവാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് സക്സസ് ആക്കി. അതുകൊണ്ട് എനിക്ക് ഒരു കാര്യത്തിലും എനിക്കൊരു പേടിയില്ല. ഇനി എന്നെ എന്ത് ഏൽപ്പിച്ചാലും എന്നെ പ്ലെയിന് പറപ്പിക്കാൻ പറ്റും. ഞാൻ പ്ലെയിന് ഓടിച്ചിട്ടില്ലെങ്കിൽ പോലും പ്ലെയിന് പറപ്പിക്കാൻ പറഞ്ഞാൽ സ്വാമി എൻ്റെ മനസ്സിൽ ഞാൻ വിചാരിച്ചുകൊണ്ട് പ്ലെയിന് പറപ്പിച്ചാൽ പ്ലെയിന് പറക്കും. എന്നാൽ പ്ലെയിന് പറപ്പിക്കാൻ എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ പ്ലെയിനിൽ കയറി ബാക്ക് സീറ്റിൽ ഇരുന്നിട്ടുള്ളതേ ഉള്ളൂ, അല്ലാതെ ഞാൻ ഫ്രണ്ടിൽ ഇരുന്നിട്ടില്ല. പക്ഷേ ഓടിക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അത് സ്വാമി വിചാരിച്ച. അപ്പോൾ സ്വാമി വിചാരിച്ച പറ്റാത്ത ഒന്നുമേ ഇല്ല. കാരണം സാക്ഷാൽ ഈശ്വരനാണ് നമ്മളെ മുമ്പേ നമുക്ക് തേരാളിയായി നിൽക്കുന്നു എന്ന് അറിയുക. അത് അറിഞ്ഞുകൊണ്ട് നമ്മൾ നിൽക്കുക. അപ്പോൾ തേരാളിയായി നിൽക്കുമ്പോൾ ഭഗവാനെ കണ്ണുവെട്ടിച്ച് ബാക്കി ഇരിക്കുന്ന നമ്മളെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ചെയ്യുന്നവർ വിചാരിച്ചോളണം, തേരാളിയായിരിക്കുന്നത് ആരാണ്? സാക്ഷാൽ ചിന്താലേശനാണ് തേരാളിയായിരിക്കുന്നത്. ബാക്കിയിരിക്കുന്ന വെറും വെറും ജോലിക്കാരാണ് നമ്മൾ എന്ന് അറിയാതെ പ്രവർത്തിക്കുന്നവർക്ക് വലിയ പണികൾ വരാതിരിക്കാൻ വേണ്ടി ഞാൻ സ്വാമിയോട് പ്രാർത്ഥിക്കുകയാണെന്നാണ് ഞാൻ പറയാൻ. ഇപ്പം നമ്മൾ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അഡ്മിഷൻ്റെ ഇപ്പം 2025-26 അഡ്മിഷൻ KG തൊട്ട് 11ാം ക്ലാസ് വരെ. ഇനി 10ാം ക്ലാസ്സിലുള്ള കുട്ടികൾക്ക് നേരത്തെ 11ാം ക്ലാസ്സിലാണ് ഞാൻ ഇത് പറഞ്ഞത്. ഓപ്ഷൻസ് നമുക്ക് സൈക്കോളജി, ഓൺട്രപ്രണർഷിപ്പ്, സോഷ്യോളജി, ഫിസിക്കൽ എഡ്യൂക്കേഷൻ, ഇങ്ങനെ ഒത്തിരി ഓപ്ഷൻസ്. ഹ്യൂമാനിറ്റീസ്, ഹിസ്റ്ററി, പൊളിറ്റിക്കൽ സയൻസ് ഇല്ലായിരുന്നു. ഇപ്പോൾ അതും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് 11ാം ക്ലാസ്സിൽ. അത് വേറെ CBSE സ്കൂൾസിൽ ഇങ്ങോട്ട് വരുമ്പോൾ സിറ്റിയിലെ സരസ്വതി വിദ്യാലയത്തിൽ മാത്രമേ അവൈലബിൾ ഉള്ളൂ ഈ ഒരു ഏരിയയിൽ. പക്ഷേ ഇപ്പം നമ്മളുടെ കാട്ടാക്കട, അതായത് ഇത്രയും ഡിസ്റ്റൻസ് വരുമ്പോൾ ഹ്യൂമാനിറ്റീസ്, സൈക്കോളജി, ഓൺട്രപ്രണർഷിപ്പ്, സോഷ്യോളജി, യോഗ, പെയിൻറ്റിങ്, കുട്ടികളുടെ ഇഷ്ടത്തിനനുസരിച്ച് അവർക്ക് ഓപ്ഷൻസ് എടുക്കാം. അതുപോലെ ചെറിയ ക്ലാസ്സുകളിലും ഇപ്പം നേരത്തെ ഇപ്പോൾ CBSE സ്കൂളായതുകൊണ്ട് മുഴുവനും ആക്ടിവിറ്റീസാണ് കൂടുതലും. അവർ പണ്ടത്തെ പോലെ എഴുതി പഠിപ്പിച്ച് കുട്ടികൾക്ക് അത് കുറേ കഴിയുമ്പോൾ ബോറടിക്കുന്ന അങ്ങനത്തെ രീതിയല്ല. എല്ലാം ആക്ടിവിറ്റീസിലൂടെ അവരെ പഠിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു പഠന രീതിയാണ് അതും അപ്ലൈ ചെയ്യുന്നത്. അപ്പം അഡ്മിഷൻ നമ്മളിപ്പം ഓപ്പൺ ആക്കിയിട്ടുണ്ട് 2025-26 KG തൊട്ട്. KGയിലായാലും മുഴുവനും ആ ആക്ടിവിറ്റി ഓറിയൻറ്റഡ് ആണ്. ശരിക്കും മോണ്ടിസോറി, കിൻഡർഗാർട്ടൻ, അതുപോലെ തന്നെയാണ് pre-KG, LKG, UKG അങ്ങനെയുള്ള തരത്തിൽ. അതിൽ നിന്നാണ് അവർ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലേക്ക് വരുന്നത്. അപ്പോൾ അഡ്മിഷൻ ഓപ്പൺ ആണ്. സ്കൂളിൽ ചിന്താലയ വിദ്യാലയം വന്നിട്ട് ക്വാളിറ്റി എഡ്യൂക്കേഷൻ, നമ്മൾ CBSEയുടെ സിലബസ് ഫോളോ ചെയ്യുന്നു, പക്ഷേ ക്വാളിറ്റിയുള്ള ഒരു വിദ്യാഭ്യാസം കുട്ടികൾക്ക് കൊടുക്കുക. അത് സ്വാമിജിയുടെ വിഷൻ അവിടെ പൂർത്തീകരിക്കുക. ഇത്രയാണ് സ്കൂളിലുള്ള. പിന്നെ ആക്ടിവിറ്റീസ്, ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ NCC, എത്രയും നേരത്തെ ഇരുന്ന സ്കൂളുകളിൽ അവർ എത്ര പ്രാവശ്യം എവിടെയൊക്കെ ശ്രമിച്ചിട്ട് പോലും കിട്ടാത്ത കാര്യം ഇവിടെ NCC എന്ന് പറയുന്ന ജീവിതത്തിൽ ഡിസിപ്ലിൻ ഉണ്ടെങ്കിലേ അവർ ഏത് നിലവാരത്തിലും എത്തുള്ളൂ. IAS, IPS മാത്രമല്ല, എല്ലാ കാര്യത്തിലും ജീവിതത്തിൽ ഒരു അടുക്കും ചിട്ടയും അത് നമ്മുടെ സ്കൂളിൽ ലഭ്യമാണ്. അത് മാനേജർ സാറിനാണ് അത് നന്ദി പറയേണ്ടത്. നമുക്ക് ഭഗവാനിലൂടെ സാറാണ് അത് ഇംപ്ലിമെൻറ്റ് ചെയ്തത് സ്കൂളിനായി. അതുപോലെ എല്ലാ ഫെസിലിറ്റീസും നേരത്തെ പറഞ്ഞ പോലെ റോബോട്ടിക്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പ്ലസ് ലാംഗ്വേജ് ലാബ്, ഇതൊക്കെ ഇതിന് കൂടുതൽ നമ്പർ ഓഫ് ആക്ടിവിറ്റീസും സ്കൂളിൽ അടുത്ത അക്കാഡമിക് ഇയർ വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ സ്കൂളിൽ എല്ലാ പേരൻസും തീർച്ചയായും അഡ്മിഷൻ എടുക്കണം. ഈ അറിഞ്ഞിട്ട് ഇപ്പോൾ ഇനി സിറ്റിയിൽ നിന്ന് വരെ ചിന്താലയ വിദ്യാലയയിൽ വരട്ടെ, അഡ്മിഷനായി വരട്ടെ എന്ന് ഞാൻ ചിന്താലയനോടും അത് പ്രാർത്ഥിക്കുക. അപ്പോൾ ഇത്രയും സമയം, അതായത് മാഡം തിരക്കുകൾക്ക് ഇടയിൽ ഇപ്പോൾ ചിന്താലയ വിദ്യാലയത്തിൽ ജോലി ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് കാട്ടാക്കട ഭാഗത്താണ് താമസിക്കുന്നത്. അവിടുന്ന് ഇപ്പോൾ ഇത്രയും ദൂരം വന്ന് ഈ ചാനലിൽ ഇത്രയും സമയം സ്കൂളിനെക്കുറിച്ചും അതുപോലെ ഇത്രയും സമയം ചെലവഴിച്ചതിന് ചിന്താലേശൻ്റെ പേരിൽ, ചിന്താലയ വിഷ്വൽ മീഡിയയുടെ പേരിൽ നന്ദി, നമസ്കാരം.